നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി സർക്കാരിന് വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് തന്നെ അപമാനിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വിമർശനം. കെ സച്ചിദാനന്ദനും അക്കാദമി സെക്രട്ടറി അബൂബക്കറുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. എഴുതിയ ഗാനം മാറ്റി എഴുതാൻ ഇരുവരും ആവശ്യപ്പെട്ടു. പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് ഇപ്പോഴും അറിയില്ല. എന്നാൽ പിന്നീട് കണ്ടത് കവികളിൽ നിന്ന് കേരള ഗാനം ക്ഷണിച്ചുള്ള പരസ്യമാണ്. 3000-ലധികം പാട്ടുകൾ എഴുതിയ തനിക്ക് ഗദ്യകവിയുടെ മുൻപിൽ അപമാനിതനാകേണ്ടി വന്നു. ഇക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉത്തരം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമി നൽകിയ പ്രതിഫലത്തുകയെ വിമർശിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് പ്രചരിച്ചതിന് പിന്നാലെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഈ വെളിപ്പെടുത്തൽ. കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ അനുഭവം അറിഞ്ഞപ്പോൾ മാസങ്ങൾക്ക് മുൻപ് തനിക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം ഓർമ്മ വന്നു. കേരള ഗവൺമെന്റിന് എവിടെയും എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു കേരള ഗാനം എഴുതി കൊടുക്കണമെന്ന് അക്കാദമി സെക്രട്ടറിയായ ശ്രീ അബൂബക്കർ എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യം ഞാൻ ആ ക്ഷണം നിരസിച്ചു. കേരള സാഹിത്യ അക്കാദമി ഇന്നേ വരെ എന്റെ ഒരു പുസ്തകത്തിനും അവാർഡ് നൽകിയിട്ടില്ല. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമോ ഫെലോഷിപ്പോ നൽകിയിട്ടില്ല. ഞാൻ പിന്തുണ ആവശ്യപ്പെട്ട് ആരുടെയും പിന്നാലെ നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാദമിയോട് പ്രത്യേക കടപ്പാടോ വിധേയത്വമോ ഇല്ല. അതുകൊണ്ടാണ് ഈ പാട്ടെഴുത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തീരുമാനിച്ചത്. ശ്രീ അബൂബക്കറും ശ്രീ സച്ചിദാനന്ദനും വീണ്ടും നിർബന്ധിച്ചപ്പോൾ സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ സമ്മതിച്ചു. അബൂബക്കർ എന്നോട് ചോദിച്ചു, താങ്കളല്ലാതെ മറ്റാരും എന്ന്. ചെറിയ ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പാട്ട് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് രചനാശൈലി ഞാൻ ലളിതമാക്കി. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പാട്ട് എഴുതി അയച്ചു. എനിക്ക് ഒരു തൃപ്തിയായില്ല എന്ന് അബൂബക്കറിൽ നിന്ന് മെസ്സേജ് വന്നു. ഞാനെങ്കിൽ എന്നെ ഒഴിവാക്കണം എന്നും പറഞ്ഞു. വീണ്ടും സച്ചിദാനന്ദൻ എനിക്ക് മെസ്സേജ് അയച്ചു. താങ്കൾക്ക് എഴുതാൻ കഴിയും എന്ന് പറഞ്ഞു. ആദ്യ വരികൾ മാത്രം മാറ്റിയാൽ മതി. പാട്ടിന്റെ രണ്ടാം ഭാഗം മനോഹരമാണ് എന്ന് അബൂബക്കർ പറഞ്ഞു. ഞാൻ എല്ലാം പല്ലവി മാറ്റി എഴുതി കൊടുത്തു. അതിനുശേഷം സച്ചിദാനന്ദനിൽ നിന്ന് നന്ദി എന്ന ഒറ്റ വാക്ക് മെസ്സേജായി വന്നു. എന്റെ പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് ഇപ്പോഴും അറിയില്ല. അക്കാദമിയിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ ഔദ്യോഗികമായോ ഒരു അറിയിപ്പും കിട്ടിയിട്ടുമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാഹിത്യ അക്കാദമി കവികളിൽ നിന്ന് കേരള ഗാനം ക്ഷണിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പരസ്യം സ്വകാര്യ ചാനലുകളിൽ വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ പാട്ട് അവർ നിരാകരിച്ചോ എന്നാണല്ലോ ഇതിനർത്ഥം. 3000-ലധികം പാട്ടുകൾ എഴുതിയ എനിക്ക് KC അബൂബക്കർ എന്ന ഗദ്യകവിയുടെ മുൻപിൽ അപമാനിതനാകേണ്ടി വന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ സാംസ്കാരിക മന്ത്രി സഖാവ് സജി ചെറിയാനും എന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആസ്വാദകരുമാണ്. ഞാൻ എഴുതിയ ഈ പുതിയ കേരള ഗാനം എന്റെ ചിലവിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി യൂട്യൂബിൽ അധികം വൈകാതെ അപ്ലോഡും ചെയ്യും. എല്ലാ മലയാളികളുടെയും സ്വത്തായിരിക്കും ആ പാട്ട്. എനിക്ക് പകർപ്പവകാശം വേണ്ട. വിദ്യാലയങ്ങൾക്ക്, സാംസ്കാരിക സംഘടനകൾക്കോ കുട്ടികൾക്കും ആ പാട്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. കേരളത്തെക്കുറിച്ച്, മലയാള ഭാഷയെക്കുറിച്ചും ഏറ്റവും അധികം ഗാനങ്ങളും കവിതകളും എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമാണ്.